തൃണമൂൽ കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ മമതാപക്ഷത്തെയും വിമതരെയും കേട്ട ശേഷം നടപടിയെടുക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഇരുവിഭാഗത്തെയും കേൾക്കാൻ സ്പീക്കറുടെ ഓഫീസ് ക്ഷണിച്ചിരിക്കുകയാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. വിമതരെ പോലെ NCPIയിൽ ചേരില്ല എന്ന് MLA മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിമതരെ ആരുമറിയാത്ത പാർട്ടിയിൽ ചേർത്തത് അമിത്ഷായുടെ പരിഭ്രാന്തി കാരണമാണ് എന്നാണ് കോൺഗ്രസിന്റെ പരിഹാസം. TMCയിലെ പ്രതിസന്ധിയിൽ ഇനി തീരുമാനം സ്പീക്കറുടേതാണ്. 20 വിമത MP മാർ TMC വിട്ട് NCPIയിൽ ചേർന്ന ശേഷം ലോക്സഭയിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുമതി തേടി നൽകിയ കത്തിലാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇരുപക്ഷത്തെയും കേട്ട ശേഷം തീരുമാനമെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇരുപക്ഷത്തിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ട സ്പീക്കർ ഓം ബിർളയുടെ ഓഫീസ് ഇമെയിൽ അയച്ചിരിക്കുകയാണ്. മമതാ പക്ഷത്തെ നേതാവ് അഭിഷേക് ബാനർജിയോട് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടുവെങ്കിലും ED ചോദ്യം ചെയ്യലിന് ഹാജരായതിനാൽ അഭിഷേകിന് ഹാജരാകാൻ കഴിഞ്ഞില്ല. വീണ്ടും സമയം തേടിയെന്ന് മമതാപക്ഷം അറിയിച്ചിട്ടുണ്ട്. MP മാരിൽ 2 ഭാഗം NCPIയിൽ ലയിച്ചതിനാൽ അയോഗ്യത ഒഴിവാകുമെന്നാണ് വിമതർ പറയുന്നത്. എന്നാൽ MP മാർ മാത്രം ലയിച്ചതുകൊണ്ട് അയോഗ്യത ഒഴിവാകില്ല എന്നാണ് മമതാപക്ഷം വാദിക്കുന്നത്. ഇതിൽ സ്പീക്കറുടെ നിലപാട് നിർണായകമാകും. സ്പീക്കർ വിമതർക്ക് അനുകൂലമായി നിലപാടെടുത്താൽ കോടതിയെ സമീപിക്കുമെന്ന് മമതാപക്ഷം അറിയിച്ചിട്ടുണ്ട്. MP മാർ NCPIയിൽ ചേർന്നത് അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ് എന്ന് അറിയിച്ച പ്രതിപക്ഷ നേതാവ് ധൃതപ്രത ബാനർജി MLA മാർ അതിൽ ചേരുന്നത് ആലോചിച്ചിട്ട് പോലുമില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. TMCയുടെ 80-ൽ 64 MLA മാരാണ് ധൃതപ്രതയ്ക്കൊപ്പമുള്ളത്. TMCയുടെ 80-ൽ 64 MLA മാരാണ് ധൃതപ്രത ബാനർജിക്കൊപ്പമുള്ളത്. അതേസമയം വിമതരും മമതാപക്ഷവും തമ്മിലുള്ള പോര് കടുക്കുകയാണ്. സഹപ്രവർത്തകരുടെ മോശം പെരുമാറ്റം തുടരുന്ന മമതാപക്ഷ MP കല്യാൺ ബാനർജിയെ സഭയിൽ നിന്ന് പുറത്താക്കാൻ ആവശ്യപ്പെട്ടാണ് കാകോലി ഘോഷ് ഓം ബിർളയ്ക്ക് പരാതി നൽകിയത്. അധ്യക്ഷയായി കാകോലി ഘോഷിനെ നിയമിച്ചെന്ന് NCPI തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം വിമതരുടെ നാടകങ്ങൾ BJPക്കെതിരെ ആയുധമാക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്. ആരുമറിയാത്ത പാർട്ടിയെയാണ് NDAയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാക്കിയത് എന്നും TDPയും JDUയും പ്രതിഷേധിക്കണമെന്നും ജയറാം രമേശ് പറഞ്ഞു.